നമ്മുടെ സഭയിൽ 4 പട്ടങ്ങളാണുള്ളത്. കാറോയ, ഹെവ്പദിയാഗ്ന എന്നിവയാണ് ആദ്യം നൽകപ്പെടുന്ന ചെറുപട്ടങ്ങൾ. കാറോയ പട്ടം സ്വീകരിക്കുന്നവർക്ക് കൊത്തീനയും സൂനാറയും കയ്യിൽ ഊറാറയും നൽകുന്നു. തിരുക്കർമ്മങ്ങൾക്കിടെ പഴയ നിയമഗ്രന്ഥങ്ങൾ ഔദ്യോഗികമായി വായിക്കുന്നതിനുള്ള അധികാരമാണ് ഇവർക്ക് ലഭിക്കുന്നത്. രണ്ടാമത് ലഭിക്കുന്നതാണ് ഹെവ്പദിയാഗ്ന പട്ടം. ഡീക്കൻ പട്ടം ലഭിക്കുന്നതിന് മുൻപുള്ളതായതുകൊണ്ട് സബ് ഡയക്കണേറ്റ് എന്നും ഈ പട്ടം അറിയപ്പെടുന്നു. ഇവർക്ക് കൊത്തീനയുടെയും സൂനാറയുടെയും കൂടെ ഊറാറ ലഭിക്കുന്നു. അത് കഴുത്തിന് ചുറ്റുമായി ധരിക്കുന്നു. ബലിയർപ്പണത്തിനും മറ്റു ശുശ്രൂഷകൾക്കും സഹായിക്കുക എന്നതാണ് ഇവരുടെ ദൗത്യം. മൂന്നാമത്തേതും നാലാമത്തേതും വലിയ പട്ടങ്ങളാണ്. ഡീക്കൻ പട്ടമാണ് മൂന്നാമത്തേത്. സഭാ ശുശ്രൂഷകളിൽ മെത്രാൻ്റെയും വൈദികൻ്റെയും സഹായികളാണിവർ. അതുകൊണ്ട് തന്നെ ഇതിനെ ശുശ്രൂഷാ പട്ടം എന്ന് വിളിക്കാറുണ്ട്. തിരുക്കർമ്മങ്ങൾക്കിടയിൽ ലേഖനം വായിക്കുക എന്ന ദൗത്യം ഇവർക്കാണ്. നാലാമത്തേതാണ് വൈദിക പട്ടം. വിശുദ്ധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ ഇത് അനുസ്മരിപ്പിക്കുന്നു. ഒരാൾ വൈദിക പട്ടം സ്വീകരിക്കുമ്പോഴാണ് കാപ്പ എന്ന വസ്ത്രം ധരിക്കുക. സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ഔദ്യോഗികമായി സുവിശേഷ ഗ്രന്ഥം നൽകുന്നതും വൈദിക പട്ടത്തിൻ്റെ അവസരത്തിലാണ്. നമ്മുടെ സഭയിൽ ഈ 4 പട്ടങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ പുരോഹിതനാകുന്നത്. വചനം പഠിച്ചാലോ? ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം.